ഗാർഡനിങ്ങിലെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള സെക്ഷനാണ് വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിത്തുകൾ എളുപ്പത്തിൽ വേഗത്തിൽ മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഈ സീഡ്ലിംഗ് ട്രേയിലെ എല്ലാ കുഴികളിലത്തെ വിത്തുകളും നമുക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും ഒരുവിധം എല്ലാ വിത്തുകളും മുളപ്പിച്ചെടുക്കാം കേട്ടോ. ആദ്യത്തെ കാര്യം വിത്ത് പാകാനുണ്ടാക്കുന്ന കുഴിയാണ്. കുഴിയുടെ ആഴം ഒരിക്കലും അധികമാവാൻ പാടില്ല. നിധി പോലെ സൂക്ഷിക്കുന്ന വിത്തുകൾ ഒരിക്കലും നിധി പോലെ കുഴിച്ചിടരുത്. വിത്തിൻ്റെ സൈസിനനുസരിച്ച് വേണം നമ്മൾ കുഴി തയ്യാറാക്കാനായിട്ട്. വിത്തിനേക്കാളും ഒരു സ്വല്പം താഴ്ചയെ കുഴിക്ക് ആവശ്യമുള്ളൂ. വിത്ത് ജസ്റ്റ് ഒന്ന് മൂടിക്കിടക്കുന്ന തരത്തിൽ വേണം നമ്മൾ കുഴികൾ തയ്യാറാക്കാനായിട്ട്. വിത്ത് മുളയ്ക്കാനായിട്ട് ഓക്സിജനേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ വിത്ത് വല്ലാതെ അധികം താഴെ പോയി കഴിഞ്ഞാൽ ഓക്സിജൻ്റെ കാര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് മുളയ്ക്കാനായിട്ട് എടുക്കുന്ന സമയവും കൂടും, ചിലപ്പോൾ അത് മുളച്ചില്ല എന്നും വരും. അപ്പോൾ കുഴികളുടെ ആഴം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ്റെ സൈസിനനുസരിച്ച് വേണം നമ്മൾ ഓരോ കുഴികളും തയ്യാറാക്കാനായിട്ട്. സൈസ് അധികമുള്ള വിത്താണെങ്കിൽ കുറച്ച് ഡീപ്പാവാം. മറ്റുള്ള വിത്തുകളാണെങ്കിൽ മേൽമണ്ണ് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇളക്കിയിട്ട് അതിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. വളരെ ചെറിയ വിത്തുകളാണെങ്കിൽ മണ്ണിൻ്റെ മുകളിൽ വെതറി കൊടുത്തിട്ട് ജസ്റ്റ് നനച്ചാൽ മതി. ആ നനയ്ക്കുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് തന്നെ അത് ചെറുതായിട്ട് മണ്ണിനടിയിൽ പോകും. അപ്പോൾ വിത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ വിത്ത് മുളപ്പിക്കാനുള്ള കുഴി തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ വിത്തുകളുടെ എക്സ്പയറി. എല്ലാ വിത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വിത്തുകൾ മുളച്ച് കിട്ടാനായിട്ട് കാലതാമസം എടുക്കും. ചിലപ്പോൾ അത് മുളച്ചില്ല എന്നും വരും. അപ്പോൾ നമ്മുടെ പ്രയത്നം മുഴുവൻ വെറുതെ ആയി പോവും. അപ്പോൾ ഏതൊരു വിത്തിൻ്റെയും കാലയളവിനുള്ളിൽ തന്നെ അത് കുഴിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. പഴകിയ പുഴുക്കുത്ത് വന്ന വിത്തുകൾ മുളയ്ക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ആരോഗ്യമുള്ള നല്ല വിത്തുകൾ മുളച്ച് കിട്ടും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കുഴിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു പോയിൻ്റാണ് ടെമ്പറേച്ചർ. അതായത് തണുപ്പ് കാലത്ത് നമ്മൾ മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങുന്ന പോലെ തന്നെ ചില വിത്തുകളും തണുപ്പുള്ളപ്പോൾ മുളയ്ക്കാനായിട്ട് കാലതാമസം എടുക്കും. അതുപോലെ തന്നെ ചൂടും ചില വിത്തുകൾക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ കുഴിച്ചിടുന്ന വിത്തിനനുസരിച്ച് അത് തണലത്ത് വെക്കണോ വെയിലത്ത് വെക്കണോ, വെള്ളം ധാരാളം ഒഴിച്ചു കൊടുക്കണോ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണോ എന്നുള്ളതൊക്കെ ഈ തണവിനെയും ചൂടിനെയും ആശ്രയിച്ച് അതിലത്തെ ഏറ്റക്കുറച്ചിലുകൾ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ചില വിത്തുകൾ തണവുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ മുളയ്ക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗൂഗിളും എഐയും ഒക്കെയുള്ള കാരണം കൊണ്ട് കുഴിച്ചിടുന്ന ഏതൊരു വിത്തിനെക്കുറിച്ചും ചെറിയൊരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം അത് കുഴിച്ചിട്ടിട്ടുള്ള സ്ഥലം നമ്മൾ തീരുമാനിക്കുക. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ സീഡ്ലിംഗ് ട്രേയിലാണെങ്കിൽ സീഡ്ലിംഗ് ട്രേ വയ്ക്കുന്ന സ്ഥലം, മണ്ണിലാണെങ്കിൽ അത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ചിലത് ഷെയ്ഡിൽ വെച്ചാലേ മുളയ്ക്കുള്ളൂ. ചിലതിന് നല്ല സൂര്യപ്രകാശം വേണം. ചിലതിന് മുളയ്ക്കുന്നതിന് മുൻപേ സൂര്യപ്രകാശം മണ്ണിലേക്ക് വെയിലടിക്കുന്നതോട് കൂടിയിട്ട് മുളയ്ക്കുന്ന വിത്തുകളുണ്ട്. ചിലത് ഡാർക്ക്നെസ്സിൽ മുളയ്ക്കുന്ന വിത്തുകളുണ്ട്. ചിലത് ഷെയ്ഡിലിരുന്നിട്ട് മുളച്ചിട്ട് അതിനൊരു 4 ഇല പരുവ അല്ലെങ്കിൽ 2 ഇല പരുവ ആകുമ്പോൾ വെയിൽ വേണ്ട ചെടികളുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് വിത്തും നമ്മൾ കുഴിച്ചിടുന്നതിന് മുൻപ് തന്നെ അതിന് വെളിച്ചത്തിൻ്റെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലത്തെ ചൂടിൻ്റെ ഒക്കെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അത് നമ്മൾ കുഴിച്ചിടാനായിട്ട്. നാലാമത്തെ പോയിൻ്റാണ് വാട്ടറിങ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ചെടികൾക്ക് മുളച്ച് വരാനായിട്ട് ഓക്സിജനേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ മണ്ണിൽ വെള്ളത്തിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഓക്സിജൻ കിട്ടില്ല. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു കഴിഞ്ഞാലും വിത്തുകൾ ഡ്രൈ ആയിട്ട് നശിച്ചു പോവും. അപ്പോൾ ഓവർ വാട്ടറിങ്ങും പാടില്ല, വെള്ളമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയും പറ്റില്ല. അപ്പോൾ മിതമായ രീതിയിൽ വളരെ ചെറിയ അളവിൽ വെള്ളം കിട്ടുന്ന തരത്തിൽ വേണം വിത്തുകൾ നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ
നനയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോട്ടി മിക്സും. നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കണം, എങ്കിലേ വിത്തുകൾ അത്ര ശക്തിമാന്മാരൊന്നും അല്ലല്ലോ. അപ്പോൾ അവർക്ക് മുളകൾ പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആവശ്യമാണ്. അപ്പോഴാണ് ചെറിയ വിത്തുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ മുളച്ച് വരാനായിട്ട് പറ്റുള്ളൂ. ചെറിയ വിത്തുകൾ നടുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ മുൻപേ പറഞ്ഞു. ജസ്റ്റ് മണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും വിത്തുകൾ നല്ലപോലെ ഹെൽത്തി ആയിട്ട് മുളപ്പിച്ചെടുക്കാം കേട്ടോ.